ടു cookeryshow.com. ഇവിടെ ചെയ്യാൻ പോകുന്നത് നോമ്പ് തുറക്കാൻ സാധാരണ ഉണ്ടാക്കുന്ന ഉന്നക്കായ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നു. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഏത്തപ്പഴം പുഴുങ്ങിയത് 1 കിലോ. ഇത് പുഴുങ്ങി ചൂടായ ശേഷം നന്നായിട്ട് മിക്സിയിലോ ഗ്രൈൻഡറിലോ അരച്ചെടുത്ത് ഉരുട്ടിയതാണ്. തേങ്ങ ചിരകിയത് 2 ടേബിൾ സ്പൂൺ. കോഴിമുട്ട 2 എണ്ണം അടിച്ച് പതപ്പിച്ചത്. വെള്ള കസേസ് 2 ടേബിൾ സ്പൂൺ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പശു നെയ്യ് 3 ടേബിൾ സ്പൂൺ. കശുവണ്ടി കിസ്മിസ് 1 ടീസ്പൂൺ വീതം. ഏലക്ക 3-4 എണ്ണം. വറുക്കുന്നതിന് ആവശ്യമായ റീഫൈൻഡ് ഓയിൽ 1 കപ്പ്. ചൂടായ ഉരുളിയിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, പശു നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ നന്നായി ചുവന്ന് തുടങ്ങുമ്പോൾ വെള്ളക്കസേസ്, തേങ്ങ, തേങ്ങയുടെയും കസേസിൻ്റെ പച്ച ചുവ മാറുന്നത് നന്നായി വഴറ്റണം. ഇതിലേക്ക് മുട്ട അടിച്ച് പതപ്പിച്ച് അളവ് പഞ്ചസാര, ഏലക്ക, നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ ഇതിൽ മുട്ട ചേർക്കണമെന്നില്ല. തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും കിസ്മിസും ആയാലും മതി. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഇറക്കി വെക്കാം. ഇങ്ങനെ തയ്യാറാക്കിയ ഫില്ലിംഗ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അരച്ച് ഉരുട്ടിയ ഏത്തപ്പഴം, ഒരുവിധം പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങി ഇളം ചൂടോടുകൂടി തന്നെ ഗ്രൈൻഡറിലോ മിക്സിയിലോ അരച്ച്, അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലായാലും മതി. കറക്റ്റ് അതിൻ്റെ അരച്ചിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന പരുവം. ഈ രീതിയിലുള്ള ഏത്തപ്പഴമായിരിക്കണം ഇതിൽ ഉപയോഗിക്കേണ്ടത്. അഥവാ കുറച്ച് പഴുത്ത് പോയാൽ സ്വല്പം അരിപ്പൊടി ഇട്ടിട്ട് ഒരു പിടുത്തത്തിന് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കിയ ഓരോ ഉരുളി സ്വല്പം നെയ്യ് കയ്യിൽ തടവി ഫില്ലിങ് കഞ്ഞിക്കായയുടെ ഷേപ്പ്. അതിങ്ങനെ ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാ റൗണ്ടാക്കിയിട്ടാണെങ്കിലും ചെയ്യാം. ശരിയായ ഷേപ്പ് ഇതാണ്. ഇതേപോലെ ബാക്കി ഉരുളകൾ ഇങ്ങനെ തയ്യാറാക്കിയ ഉന്നക്ക ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിന് വറുത്തെടുക്കാവുന്നതാണ്. തയ്യാറാക്കിയ ഉന്നക്ക ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇന്നത്തെ റെഡി ആയി കഴിഞ്ഞു.
ഈ കളറിൽ വേണം ഉന്നക്ക പൊരിച്ച് പോരാൻ. ടിഷ്യൂ പേപ്പറിലിട്ട് തരുമ്പോൾ എണ്ണ നല്ലോണം വലിഞ്ഞ് ഡ്രൈ ആയിരിക്കും. ഇനി പഴത്തിൻ്റെ പഴുപ്പ് അനുസരിച്ച് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. സ്വാദിഷ്ടമായ ഉന്നക്ക റെഡി. ഇതുപോലുള്ള വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന പല പല റെസിപ്പികൾക്ക് സന്ദർശിക്കുക ഞങ്ങളുടെ വെബ്സൈറ്റായ cookeryShow.com. താങ്ക് യു.